Assalamualaikum warahmatullahi wabarakatuh. ആയിരം പൂക്കളിൽ കണ്ടില്ല ഞാനെന്റെ അത്തരം നൂറിൻ്റെ ആ സുഗന്ധം. ആരിരോ പാടുന്ന ഉമ്മയിൽ ഇല്ലെന്റെ ആ തിരുഹബീബിൻ്റെ സ്നേഹനാദം. ആകയം കുളിരുന്ന മഞ്ഞിനെ പോലെന്റെ ആത്തിൻ റസൂലിന്റെ സ്നേഹനാദം. ആരിലും അതുപോലെ തഴുകിടും തേനിന്റെ അത്രമേൽ സുന്ദരം ആ സ്വഭാവം. അത്രമേൽ സുന്ദരം ആ സ്വഭാവം. മതിയാകാത്ത വാക്യമേ, കൊതിരീരാ പ്രകാശമേ, അതിദൂരം ഇരുന്നു ഞാൻ പാടുന്നു നബിയേ. മതിയാകാത്ത വാക്യമേ, കൊതിരീരാ പ്രകാശമേ, അതിദൂരം ഇരുന്നു ഞാൻ പാടുന്നു നബിയേ. ആയിരം പൂക്കളിൽ കണ്ടില്ല ഞാനെന്റെ അത്തരം നൂറിൻ്റെ ആ സുഗന്ധം. ആരിരോ പാടുന്ന ഉമ്മയിലെന്റെ ആ തിരുഹബീബിൻ്റെ സ്നേഹനാദം. കോടാനി കോടി കാണികളെ കാണന്റെ കണ്ണിൻ പ്രിയമാണ് പുണ്യമണ്ണ്. കോലാഹലങ്ങളും കെഴുതിയും ഇല്ലാത്ത പുണ്യമദീനയാണെന്റെ പൊന്നെ. കോടാനി കോടി കാണികളെ കാണന്റെ കണ്ണിൻ പ്രിയമാണ് പുണ്യമണ്ണ്. കോലാഹലങ്ങളും കെടുതിയും ഇല്ലാത്ത പുണ്യമദീനയാണെന്റെ പൊന്നെ. ആയിരം വർണ്ണങ്ങൾ തൂകുന്ന സ്വപ്നങ്ങൾ ആർക്കു വേണം ഒന്ന നബിയെ കണ്ടാൽ. അതിൽ തീരാത്ത കണ്ണുമായി മൗതെങ്കിൽ ആരടി മണ്ണിൽ ഞാൻ എന്തു ചെയ്യാൻ. നബിയേ വാതിലടക്കരുതേ, നബിയേ അതിരക്കരുതേ, നബിയേ വാതിലടക്കരുതേ, നബിയേ അതിരക്കരുതേ. ആയിരം പൂക്കളിൽ കണ്ടില്ല ഞാനെന്റെ അത്തരം നൂറിൻ്റെ ആ സുഗന്ധം. ആരിരോ പാടുന്ന ഉമ്മയിൽ ഇല്ലെന്റെ ആ തിരുഹബീബിൻ്റെ സ്നേഹനാദം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please know the last and final chord letter. F on the stage. Sorry, E on the stage. Assalamualaikum warahmatullahi wabarakatuh. പനയോലൈക്കൊരു കുടിലാണേ, ഭവനങ്ങളിൽ അന്തിയാണേ, പണിവാതിൽ ചെറുതടിയാണേ, തങ്ങളുടെ പൂങ്കുടിലാണേ. കനിവാം നബിയോടുള്ള ഇടപെടലുകൾ കണ്ടേ, ഹൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ട് സിദ്ദീഖിൻ വിളിയാം യാ റസൂലേ. അത് പക്കുവാൻ സ്വരനാദം യാ റസൂലേ.
കുളിയാണേ ഒരു നാളിടയാളം തിരുമേനിയിൽ പടർന്ന നിലവിൽ കലം തകർന്ന വീടാണേ ഒരു തിരുമൂവരെ തിരുമറിഞ്ഞു കിടന്ന മണ്ണിലെ കൂടാണ് ഉറങ്ങുന്ന നേരം ഉറങ്ങാത്ത വീട ഉടയാടയൊന്നും ഉറങ്ങാത്ത കൂട ഇതിലേക്ക് പിന്നെ കാണാത്തൊരു ഹൃദയം ഇതിരമൂന്നും ചേർക്കാൻ ആ പനമീൻ കൊതിയാം ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ കഴിയുന്ന ഉപരിച്ചൊരുവരാണ ഭാഗ്യക്കൂടെ ഉപരിച്ചൊരുവരാണ ഭാഗ്യക്കൂടെ കനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലൊരു കുതിയാണേ പടിവാതിലൊരു തടിയാണേ തങ്ങളുടെ പൂങ്കുളിലാണേ. ഇതോടുകൂടി സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ മലയാള ഗാന മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വേദിയിലൂടെ ജനറൽ വിഭാഗം സംവാദ മത്സരം ആരംഭിക്കുന്നതാണ്. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നിരിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ സൂപ്പർ സീനിയർ മലയാളം സോങ് അവതരിപ്പിച്ച ആളുകൾ ഇവിടെ സ്റ്റേജിലുണ്ടോ, വേദിയിലുണ്ടോ? ഉണ്ടോ? ഹലോ, സൂപ്പർ സീനിയർ സോങ് അവതരിപ്പിച്ച ആളുകൾ ഇവിടെ വേദിയിലുണ്ടോ? വേദിയിലില്ലാതെ ചെയ്യുന്നത് പറയുന്നതിന്റെ അർത്ഥമല്ലേ? ഇത് ഈ മത്സരത്തിലെ സൂപ്പർ സീനിയർ എന്ന് പറയുന്നത് മേലോട്ടിന് ഒരു വിഭാഗമില്ല അല്ലേ? അപ്പോ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി അവര് ഇത്തരം വിഷയങ്ങളെ സമീപിക്കണം എന്നാണ് ആദ്യം പറയാനുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു മാനുവൽ തന്നിട്ടുണ്ട്. ആ മാനുവൽ വായിച്ചെങ്കിലും ആയിരിക്കണം മത്സരത്തിന് പങ്കെടുക്കേണ്ടത്. സോങ് പാട്ടുകൾക്കൊക്കെ 4 മിനിറ്റാണ് നമ്മുടെ ജൂനിയർ ഫെസ്റ്റിന്റെ മാനുവലിൽ നൽകിയിട്ടുള്ളത്. 6 മിനിറ്റ് അധികം പാടിയ ആളുകളുണ്ട്, 5.5 മിനിറ്റ് അധികം പാടിയ ആളുകളുണ്ട്. അപ്പോ ചുരുങ്ങിയത് നമ്മൾ മാനുവൽ കൃത്യമായി വായിക്കുക എന്നുള്ളതാണ്. പിന്നെ മലയാളം സോങ് ആണ്, മലയാളത്തിലെ പദ്യമല്ല ഇവിടെ അവതരിപ്പിക്കേണ്ടത് ഉണർത്തുകയാണ്. വരികൾ കൃത്യമായി പഠിച്ചിട്ട് വേണം ഇവിടെ അവതരിപ്പിക്കാൻ. അതുപോലെ തന്നെ അതിന്റെ ശ്രുതി, താളം, ഭാവം ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോ കോലാഹലവും കെടുതിയും എന്നൊക്കെ പറയുമ്പോ നമ്മൾ പാടുമ്പോ അത് ചിരിച്ചുകൊണ്ട് പാടാൻ പാടില്ല. കോലാഹലവും കെടുതിയൊക്കെ എന്താണ് സത്യത്തില് പ്രയാസമുള്ള സംഭവമാണ്. പ്രയാസമുള്ള സംഭവത്തെ കുറിച്ച് പാടുമ്പോ നമ്മുടെ ലിപ്പിൽ മുഖത്തിൽ ചിരിയല്ല വരേണ്ടത്, അതിനനുസരിച്ചുള്ള ഒരു ഭാവമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഇതിൽ പറയുന്നത്. ശ്രുതി, ലയം, താളം, ഉച്ചാരണ, ശുദ്ധി, ഭാവം ഒക്കെ ഇതിലൂടെ പ്രധാനമാണ് പാട്ടില്. അപ്പൊ ആ അർത്ഥത്തില് എന്തെങ്കിലും സൂപ്പർ സീനിയർ വിഭാഗം മത്സരിക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി കാണണം. മാത്രമല്ല നമ്മുടെ സ്ഥാപനമാണ് ജാമിയ ഇസ്ലാമിയ, നമ്മുടെ സ്ഥാപനമാണ്. ജാമിയ ജൂനിയർ ഫെസ്റ്റ് മറ്റുള്ള കോളേജുകൾ, ദർസുകളൊക്കെ നന്നായി പഠിച്ച് അവതരിപ്പിച്ച് പരിശീലനത്തോടു കൂടി വരുമ്പോൾ നമുക്ക് അവരുടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണും.
അതുകൊണ്ട് വിദ്യാർത്ഥികൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇവിടെ നിലവിൽ ആരും ഇതിന്റെ നിലവാരം പുലർത്തിയിട്ടില്ല എന്ന് കൂടി ഉണർത്തുന്നില്ല. എപ്പോഴും സൂചിപ്പിച്ചാൽ അത് ശരിയാവില്ല, കാര്യങ്ങൾ കൂടി പറയണല്ലോ. അതുകൊണ്ട് ആരും ആ അർത്ഥത്തിലുള്ള നീതി പുലർത്തിയിട്ടില്ല. മത്സരത്തോടൊന്ന് ഉണർത്തി കോർഡിനേറ്റർ സി 1ാം സ്ഥാനവും കോർഡിനേറ്റർ ഡി 2ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. 3ാം സ്ഥാനം നമ്മള് കൊടുത്തിട്ടില്ല, കാരണം അവർ അതിനുള്ള നിലവാരം പുലർത്താത്തത് കൊണ്ട് 3ാം സ്ഥാനം ആർക്കുമില്ല. മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതുകൊണ്ട് ഉണർത്തുകയാണ്. വോയിസിന്റെ ക്ലാരിറ്റി, സ്ക്രാച്ച് നമ്മുടെ പാടുമ്പോൾ വരാൻ പാടില്ല, ശ്രദ്ധിക്കണം. അതിനാവശ്യമായ എന്തെങ്കിലും മരുന്ന് കഴിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സ്ക്രാച്ച് വരാൻ പാടില്ല, പാടുന്നു വളരെ പ്രത്യേകം ഉണർത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ മലയാള മത്സരം ഫലം പുറത്തു വരുമ്പോൾ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു കോർഡിനേറ്റർ ഡി ആൻഡ് ഫസ്റ്റ് പ്രൈസ് കോർഡിനേറ്റർ സി. പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കും 1000 അഭിനന്ദനങ്ങൾ. നമ്മുടെ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് രക്ഷാകർത്തൃ സംഘം അല്ലെങ്കിൽ മീറ്റിംഗ് ഈ സ്ഥാപനത്തിന്റെ തൊട്ട് മുകളിലത്തെ നിലയിൽ ആരംഭിക്കുന്നു. എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളും ഉടൻ തന്നെ മുകളിലത്തെ നിലയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിലൂടെ ജനവിഭാഗത്തിന്റെ മലയാള സംവാദ മത്സരം ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നിരിക്കുക.
ജനറൽ വിഭാഗം സംവാദ മത്സരം വേദിയിൽ ആരംഭിക്കുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ എ. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ എതിർപക്ഷത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരായ വിദ്യാർത്ഥികൾ, ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു സംവാദ വേദിയിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ജനാധിപത്യം എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ജനാധിപത്യം എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലോകത്ത് ഒരുപാട് ആളുകൾ, ഒരുപാട് വർഗക്കാർ, ഒരുപാട് വ്യത്യസ്തരായ മതക്കാർ താമസിക്കുന്ന ഒരു ഇടമാണ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നത് ഇന്ത്യയാണ്. ഇത്രയും ജനങ്ങൾക്ക് മാതൃകാപരമായി ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തി ചരിത്രം സൃഷ്ടിച്ച രാജ്യം കൂടിയാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഈയിടെയായിട്ട് കേരള സർക്കാർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഏക തെരഞ്ഞെടുപ്പ്, സംസ്ഥാനങ്ങളിൽ ഒരു സുപ്രീം തെരഞ്ഞെടുപ്പ് വേണ്ട, കേരളത്തിൽ ഒറ്റ തെരഞ്ഞെടുപ്പ് മതി എന്നുള്ളത്, അതുപോലെ നമ്മുടെ ഈ മതേതര രാജ്യത്തെ ഒരു ഹൈന്ദവ രാജ്യമാക്കി മാറ്റാനുള്ള നീക്കം, അതുപോലെ നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയങ്ങൾ അഥവാ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നത്, പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കവചമെന്നുള്ളത് ഒരു മീഡിയയാണ്. ആ ജനാധിപത്യത്തിന്റെ ഈയിടെയായിട്ട് മീഡിയ വളരെയധികം അടിച്ചമർത്തപ്പെടുന്നു. അവർക്ക് നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിമർശനങ്ങളോ ഉന്നയിക്കുന്നത് കാരണമായിട്ട് അവരെ അടിച്ചമർത്തുക, അവരുടെ ഓഫീസുകൾ പൂട്ടിപ്പിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുപോലെ മറ്റൊന്നാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ അതുപോലെ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് സമ്പത്തിന്റെയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിലായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കഴിവുള്ള ഒരുപാട് പേര് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ അവർക്ക് ജനങ്ങളെ ഭരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മതത്തിന്റെ കാര്യങ്ങളിലായാലും അവര് അത്തരത്തിലായാലും മതത്തിന്റെ പേരിൽ കഴിവുള്ളവർ പലപ്പോഴും പരാജയപ്പെടുകയും മതത്തിന്റെ പേരിൽ കഴിവില്ലാത്തവർ ഉയർന്നു വരുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതുപോലെ മറ്റൊരു ജനാധിപത്യത്തിന്റെ തോന്നാണ് പ്രതിപക്ഷം എന്നുള്ളത്. പ്രതിപക്ഷം ഒരു ഭരണപക്ഷം നന്നാവണമെങ്കിൽ ശക്തമായ പ്രതിപക്ഷം അത്യാവശ്യമാണ്. ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായ തീരുമാനങ്ങൾ എടുത്താൽ അവരെ ഗവൺമെന്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് തന്നെ അവരെ തടയപ്പെടുന്ന, അവരുടെ ഓഫീസുകൾ പൂട്ടിക്കുന്ന, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരുപാട് കേസുകൾ ചാപ്പ് കൂട്ടിയിട്ട് അവരെ കൊടുക്കുന്ന, ജയിലുകളിൽ ആക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ന് ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ മറ്റൊരു ഒന്നാണ് ഇന്ത്യയിൽ കോടതി വ്യവസ്ഥ എന്നുള്ളത്. ഇന്ത്യൻ കോടതി വ്യവസ്ഥയെ അഥവാ ഈ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കോടതികളാണ്. കാരണം നമ്മുടെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ എന്തൊരു കാര്യമാണെങ്കിലും അത് തടയപ്പെടുമ്പോൾ അതിനെ അവർക്ക് പറയാനുള്ള ഇടമാണ് കോടതികളുള്ളത്. ഈ കോടതികളിൽ പോലും ഈ ഭരണപക്ഷത്തിന്റെ ഇന്ത്യ ജനാധിപത്യത്തിനെതിരായിട്ട് ആക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഖേദകരമാണ്. കാരണം അവർക്ക് അത്തരത്തിൽ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ രാജ്യസഭകളിലേക്കോ സ്ഥാനങ്ങൾ നൽകിയിട്ട് അവർക്ക് അങ്ങനെയുള്ള ഓഫറുകൾ നൽകിയിട്ട് അവരെ അവരുടെ കീഴിലാക്കി ജനങ്ങൾ ഇന്ന് ജനാധിപത്യത്തെ കാണുന്ന വളരെയധികം മോശമായ രൂപത്തിലാണ് ജനാധിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജനാധിപത്യത്തിന്റെ വെല്ലുവിളികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു.
അതുപോലെ തന്നെയാണ് അഴിമതിയും കാര്യക്ഷമതയുമില്ലായ്മ. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ഇത് തന്നെയാണ്. കാരണം അഴിമതി നടത്തുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം തകരുന്നു. അങ്ങനെ ജനാധിപത്യം വേണ്ട എന്നുള്ള തലത്തിലേക്കും ജനങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ എന്താണ് കാണിക്കുന്ന അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും ഒക്കെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുപോലെ സാമൂഹിക വിരുദ്ധ ഘടകങ്ങളുടെ പങ്ക്. ഒരു ഇലക്ഷൻ വരികയാണെങ്കിൽ ഇലക്ഷനിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണ്. അതിൽ നിന്ന് എതിരായിട്ട് ഈ ഘടകകക്ഷികളൊക്കെ അവർക്ക് പണമോ അതല്ലാണെങ്കിൽ അവരെ കൊല്ലുമെന്നൊക്കെ നിശ്ചയപ്പെടുത്തിയിട്ട് ഒരൊറ്റ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഒറ്റ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ജനാധിപത്യത്തെ അത്രയും ഘോഷിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ് ഞങ്ങളുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഷയോട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിഷയം ഞങ്ങളോട് സംവദിക്കുന്ന പക്ഷത്തിരിക്കുന്ന സംവാദ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സംവാദം നിയന്ത്രിക്കുന്ന മോഡറേറ്റർമാർ, അതുപോലെ സംവാദം വീക്ഷിക്കുന്നവരായ നല്ലവരായ സുഹൃത്തുക്കൾ, കൂടുതൽ ആമുഖമില്ലാതെ ഞങ്ങളുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നില്ല എന്നതാണ് ഞങ്ങളുടെ വിഷയം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികൾ നേരിടുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ. ഇതിനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ചില രാജ്യം ഭരിക്കണമെന്ന് താല്പര്യപ്പെടുകയും ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഭരിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ചില വ്യക്തികൾ പറയുകയുണ്ടായി, EVM മെഷീനുകൾ വരുത്തിക്കൊണ്ട് അഥവാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് വോട്ടുകൾ അട്ടിമറിക്കുന്നുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ടായി. പിന്നീട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതില്ല എന്ന് ബോധ്യമാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ കഴിഞ്ഞു പോയത്. പിന്നെ എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ ഈ ഇന്ത്യയിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണകൂടത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏത് വിഭാഗത്തിനും ഭരണവിരുദ്ധമല്ലാത്ത സംഘടന അത് മതത്തിന്റെയോ ജാതിന്റെയോ ഭാഗത്തിലൂടെ സാധ്യമാണ്. അത്തരത്തിലുള്ള സംഘടനകൾക്ക് വിജയം കാണുകയും ചെയ്യുന്നുണ്ട്. അവർ ജനാധിപത്യത്തെ തകർക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ മുൻകഴിഞ്ഞ അവതരണ വിഷയത്തിൽ പറഞ്ഞു പല നിയമങ്ങളും ഏകീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. ഇതിൽ പറയാനുള്ളത് ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ് ശ്രമിക്കുന്നത്. ഇതിന് പലപ്പോഴും രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി പലരും ആ അവകൾ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറിച്ച് ഒരു വെല്ലുവിളി ഇന്ന് ഇന്ത്യൻ സമൂഹം നേരിടുന്നില്ല. പിന്നെ കൂടുതൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നു, അവകളാണെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ടു എന്നൊക്കെ പറയുന്നു. എന്നിരിക്കട്ടെ, നിയമങ്ങൾ പലരും ആദ്യം വളച്ചൊടിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ നിയമങ്ങളെല്ലാം ഇന്ത്യയുടെ രണ്ട് സഭകൾ അഥവാ രാജ്യസഭയും ലോക്സഭയിലെയും വരുന്ന മൂന്നിൽ രണ്ടു വശവും ഈ ഇവകളെ പാസാക്കിയാൽ മാത്രമേ ഇവ നിയമങ്ങളെ രൂപപ്പെടുകയുള്ളൂ. അത്തരത്തിലുള്ള നിയമം ജനാധിപത്യത്തിന് വെല്ലുവിളിയാവുകയില്ല എന്നാണ് പറയാനുള്ളത്. അതിനാൽ തന്നെ കൃത്യമായ വെല്ലുവിളി എവിടെ നിന്ന് ആദ്യം തന്നെ പറയാൻ സാധിക്കില്ല.
മാത്രമല്ല വെല്ലുവിളി ഉണ്ട് എന്ന് പറയുന്നതൊക്കെ തന്നെ വോട്ടെടുപ്പിനുള്ള ഒരു മോട്ടോ ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ വെല്ലുവിളി എന്ന പദം അവർ ഉപയോഗിക്കുന്നത് തന്നെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോട്ടോ ആയിക്കൊണ്ടാണ്. അവർക്ക് ജനങ്ങളുടെ സ്നേഹം പറ്റിക്കൊണ്ടുള്ള ഭരണം ലഭിക്കാത്തതിനാൽ അവർക്ക് അങ്ങനെ ഭരിക്കുന്നവർ അഴിമതി നടത്തുന്നുണ്ട്, അതുപോലെയുള്ള പ്രശ്നങ്ങൾ പലതും നടത്തുന്നുണ്ട്. അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന ഭീഷണികൾ മുഴുകിക്കൊണ്ട് ജനങ്ങളുടെ വോട്ട് തിരിച്ചുകൊണ്ട് വിജയിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതിന്റെ ബോധ്യത്തിൽ അവർ ഇന്ത്യ ജനാധിപത്യത്തിന്റെ സുതാര്യമായ ഭൂമിയെ ഭീഷണിയാകുന്ന രൂപത്തിൽ അവർ ഇന്ന് ഇതിനെതിരെ നടക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഏക തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു. ഏക തെരഞ്ഞെടുപ്പ് എന്നുള്ളത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന് കൂടുതൽ സാമ്പത്തിക ലാഭം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾ ഓരോരോ തെരഞ്ഞെടുപ്പിനും അവരുടെ വ്യവസായശാലകൾ അതുപോലെയുള്ള യൂണിറ്റുകൾ അടച്ചുകൊണ്ട് കുട്ടികൾക്ക് പോവേണ്ടതിനാൽ ആ ദിവസം കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നുള്ളൂ. അതിനാൽ തന്നെ ഈ രാജ്യത്ത് വെല്ലുവിളികളില്ല എന്നാണ് ഞാൻ സമർപ്പിക്കാനുള്ളത്. നിങ്ങൾ നേരത്തെ ലാസ്റ്റ് കോടതികളുടെ കാര്യം പറഞ്ഞെടുത്ത് സൂചിപ്പിക്കേണ്ടത് ഭരണപക്ഷം എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ ഇവിടെ പറയുന്നത് BJP എന്ന സംഘകക്ഷിയാണ്. എന്നിരിക്കെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ സംഘടിച്ച ഒരു വിഭാഗമാണ് അതിലുള്ളത്. അവരാണ് അതിൽ മുഖ്യവും. അതിനാൽ തന്നെ അവർ ഈ രാജ്യത്തിന്റെ വെല്ലുവിളിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗ് അതുപോലെയുള്ള മതേതരത്വപരമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളുണ്ട്. അവകളൊക്കെ ഇന്ത്യ രാഷ്ട്രത്തിന് ഭീഷണിയല്ലേ? അത് മുസ്ലിം ലീഗ്, BSP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങള് ഇവിടെ പറഞ്ഞ വാദമുണ്ട്. അവർ നടത്തുന്ന നയങ്ങൾ, അവർ നടത്തുന്ന തീരുമാനങ്ങൾ, ആ പറഞ്ഞ തീരുമാനങ്ങൾ ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. അതെല്ലാം ഈ ഭരണകക്ഷി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യ ജനാധിപത്യത്തിന് വെല്ലുവിളിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ്, BSP ആരായിരുന്നാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് എതിരെ ആര് പ്രവർത്തിച്ചാലും അത് ഇന്ത്യ ജനാധിപത്യത്തിന്റെ വെല്ലുവിളി തന്നെയാണ്. അതിൽ രാഷ്ട്രീയമോ മനുഷ്യരോ ആരുമില്ല, വ്യത്യാസമില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന് ആരൊക്കെ നിർത്തോ ഇതൊക്കെ എന്താണ് ഇന്ത്യ ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളികളാണ്. സമ്പത്തിന്റെ പേരിൽ സ്ഥാനാർത്ഥിയിൽ നിന്നും നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നത് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യം സമ്പത്തിന്റെ പേരിൽ ആരെയും രാഷ്ട്രീയ തലവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നില്ല. ആ ഇലക്ഷനിൽ പങ്കെടുക്കും. അങ്ങനെ സമ്പത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഉദാഹരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സമ്പത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഉദാഹരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നു. ഹലോ, എനിക്ക് പറയാനുള്ളത് സമ്പത്ത് കൊടുത്തുകൊണ്ട് പലരെയും വോട്ട് അതുപോലെ പാർട്ടി ചിലപ്പോൾ പക്ഷേ വരാനില്ല. പക്ഷെ അവർക്ക് പണം കൊടുക്കുന്നില്ല, അവരെ സ്വന്തം പാർട്ടിയിലേക്ക് വശീകരിക്കുന്ന ഒരു പ്രവർത്തനം ഇന്നത്തെ ജനാധിപത്യത്തിൽ കാണാൻ സാധിക്കും. അതാണ് വെല്ലുവിളി. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. സമ്പത്ത് കൊടുത്തുകൊണ്ട് പലരും വോട്ട് വശീകരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ
ചരിത്രത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേതാക്കന്മാര്, ഖുശ്ബു, അതുപോലത്തെ നേതാക്കന്മാര് ഇവരൊക്കെ അങ്ങനെ തന്നെ ഒരുപാട് വോട്ട് ജയിച്ചു. സമ്പത്ത് ഒരു അടിസ്ഥാന കാര്യമാണ്. അതില്ലാതെ രാഷ്ട്രം മുന്നോട്ട് പോകുകയില്ല. ജനങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം, അവരെ എങ്ങനെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം. ഒരു സമ്പത്ത് അതിന്റെ ഒരു അടിസ്ഥാനമാണ്. അതില്ലാതെ അതിലേക്ക് ഒരു പ്രചോദനമാകുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ ജനാധിപത്യത്തില് ഇങ്ങനെ സമ്പത്ത് കൊണ്ട് ഒരിക്കലും കൂട്ടുവെച്ചിരിക്കാൻ പറ്റില്ല. നമുക്കറിയാം ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിന്റെ സ്ഥാനം വരെ തെരക്കേണ്ടത് മനസ്സിലാക്കണം. സമ്പത്ത് ഇവിടെ ഇന്ത്യൻ ജനാധിപത്യമാണ്. ഒരുപാട് ജാതികളുള്ള, ഒരുപാട് മതങ്ങളുള്ള ഒരു ജനാധിപത്യ രാജ്യം. അവിടെ ഒരിക്കലും സമ്പത്ത് കൊണ്ടുള്ള ഒരു വോട്ടിലേക്കുള്ള ശ്രമം ഒരിക്കലും യോജിച്ചതല്ല. അവിടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിക്ക് പണങ്ങളുടെ ആവശ്യമില്ല, സാക്ഷികളുടെ പിന്തുണക്കുന്ന വ്യക്തികളുടെ ആവശ്യമുണ്ട്. പക്ഷെ പ്രചരണത്തിനാണ് ഫണ്ടിന്റെയും സമ്പത്തിന്റെയും ഒക്കെ ആവശ്യം. പിന്നീട് ഒരു വ്യക്തി വിജയിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പാർട്ടിയുടെ കൂടെയാണെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല. പക്ഷെ അത് ഒരു വെല്ലുവിളിയായി കൂട്ടാൻ സാധിക്കില്ല. കാരണം അത് ആ വ്യക്തിയുടെ തീരുമാനമാണ് ആ നാട്ടിലുള്ള വ്യക്തികൾക്ക് യോജിക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ തീരുമാനം സ്വീകാര്യമാക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങള് പറഞ്ഞത് സമ്പത്തല്ല അടിസ്ഥാനം, അങ്ങനെ ഒരാൾക്ക് എന്തില്ല, സ്ഥാനാർത്ഥിക്കാൻ സമ്പത്തിന്റെ ആവശ്യമില്ല, സാക്ഷികൾ വേണ്ടവർ. ശരിയാണ്, നിങ്ങൾ അങ്ങനെ വെക്കുന്നതില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ്? ഈ സമ്പത്തിന്റെ പേരില്ല. ഒരു സമ്പത്തിന്റെ ആക്കിയതുള്ളൂ. സമ്പത്തിൽ അത് കയ്യിലാക്കുന്നവരാണെങ്കിൽ പോലും അവരെന്താണ് സമ്പത്തിന്റെ പേരിലാണ് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തി. അത് തന്നെയാണ് ഇന്ത്യ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി എന്നുള്ളത്. അങ്ങനെ കൈകാത്ത് വരുന്ന കഴിവുള്ള പണക്കാരില്ലാത്ത സമ്പത്തിൽ ഇല്ലാത്ത ആൾക്കാര് ആ കഴിവുള്ളവരുടെ തയ്യാറെടുപ്പ് നല്ലൊരു ഭരണമാണ്, നല്ലൊരു ജനാധിപത്യമാണ് ഇന്ത്യക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് ഈ സമ്പത്തിന്റെ പേരിൽ. ഇത് ബാക്കിയുള്ള വർഗീയത നോക്കിയാലും വംശത്തിൽ നോക്കിയാലും വളരെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. കഴിവുള്ളവരെന്താണ് അവിടെ തയ്യപ്പെടുന്നുണ്ട് പലതിന്റെയും പേരിൽ. അതെന്താണ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ വെല്ലുവിളിയാണ്. രാജ്യത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് അവർ ക്ഷണിക്കുന്നില്ലല്ലോ. അവരുടെ വ്യക്തിഗതമായ സമ്പത്ത് എടുത്തുകൊണ്ട് അവർ സേവനം ചെയ്യുന്നു. അങ്ങനെ അവർ രാഷ്ട്രത്തിന്റെ തലവന്മാരാകുന്നു. ഇനി സമ്പത്തില്ലാത്തവർക്ക് അവർക്ക് എങ്ങനെ സാധിക്കുമെങ്കിൽ അവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. സമ്പത്തില്ലാതെ അവർക്ക് ജനങ്ങളെ പ്രചോദനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. അങ്ങനെ അവർ ചെയ്ത് കാണിച്ചു കൊള്ളട്ടെ. സമ്പത്തുള്ളവർ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വ്യക്തിപരമായ രീതിയിൽ സമ്പത്തെടുത്ത് അവർ രാഷ്ട്രീയ തലവന്മാരാകുന്നു. ഇനി സമ്പത്തില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ സമ്പത്തില്ലാത്ത രീതിയിൽ ഉന്നതിയിലെത്താൻ കഴിയുമെങ്കിൽ അവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. അങ്ങനെ അവർക്കൊരു സ്ഥാനമില്ലാതെ ഇവിടെ ഒരിക്കലും ഇന്ത്യ ഒരു നയമുന്നയിക്കുന്നില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അതിന് ഫണ്ട് ലഭിക്കാൻ അതിൽ നിന്ന് ദുരുപയോഗം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും രാജ്യം ആ ഒരു പാർട്ടിക്ക് ഒരു സ്വാധീനം, ഒരു വ്യക്തമായ ഒരു ആധിപത്യം. അപ്പൊ അത് ഉപയോഗിച്ച് അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ആളുകളെ സ്വന്തം പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ ഇരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ പാർട്ടിക്കാരില്ല. അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ലേ? ഫണ്ട് അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. എത്ര വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒക്കെ CPM ഇതിന്റെ കോൺഗ്രസ് സമ്പത്ത് ഒരു രാജ്യത്തിന്റെ മൂലധനമായതുകൊണ്ട് അതിൽ ധാരാളം വിവാദങ്ങൾ ഉണ്ടാകും. പക്ഷെ സമ്പത്തിനെ ഒരു ഭാരമാക്കി മാറ്റിയാൽ രാജ്യം മുന്നോട്ട് പോയില്ല. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? സമ്പത്ത് ഒരു ഭാരമായി നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കോൺഗ്രസിലൊക്കെ ഉപയോഗിച്ചു. കോൺഗ്രസ് അതാണ് അതിന്റെ വിഷയത്തിൽ പറഞ്ഞത്. എന്ത് ഇവിടെ
ഭരണമില്ലാത്ത നിങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഭരിക്കാൻ കഴിയാത്തവ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ ഭരണത്തിൽ കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അതാണ് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഇതിന്റെ നേരിടുന്ന വെല്ലുവിളി. അതായത് ഇതിനെ മറിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ അതിനെതിരെ നടത്തുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ വെല്ലുവിളി വരുന്നത്. പിന്നെ അടുത്ത ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഞങ്ങളുടെ ഈ സമയത്ത് കഴിഞ്ഞ 1947 മുതൽ ഇങ്ങോട്ട് വരുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇവിടെ അടിയന്തരാവസ്ഥ ഉണ്ടായി, അതുപോലെയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായി. അവിടെ ആ സമയങ്ങളിൽ പ്രധാന നിയമം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആരെയും ചോദ്യം ചെയ്യാൻ തന്നെ ജയിൽ അടക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ കൂട്ടക്കൊല, പാർട്ടി ബേസിൽ കൊല, അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് പിന്നെ വേറെ എല്ലാ വെല്ലുവിളികളും ഇന്ത്യൻ സമൂഹം നേരിടുന്നുണ്ടാവും. അതേപോലെ സമ്പത്തിന്റെ തീർത്തിട്ട് വരാം. ഇനി സമ്പത്ത് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മൂലധനമാണ്. ഇതിലൊന്നും നമുക്ക് അഭിപ്രായമില്ല. ഞങ്ങൾ എന്താ പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ കഴിവുള്ളവരെന്താണെന്ന് ഈ സമ്പത്തിന്റെ പേരിൽ തഴയപ്പെടുന്നത് അത് ജനാധിപത്യത്തിനുള്ള ഒരു വെല്ലുവിളിയാണ്. അതല്ലാതെ ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളിയാക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ എല്ലാം അംഗീകരിക്കുന്നുണ്ടാണ്. പക്ഷെ ആ ജനാധിപത്യത്തിൽ വരുന്നത് വെല്ലുവിളികൾ വരുന്നത് അത് ഒന്നാണെങ്കിൽ സമ്പത്തിന്റെ പേരിൽ വാക്കുകളായി പോയ വർഗീയത, മതം, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു സമ്പത്തിനെ പുതുക്കേണ്ടതെല്ലാം പോയി ചർച്ച കേരളീയമായി അറിയിക്കാം. നിങ്ങൾ അതിനൊരു വ്യക്തമായ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നിയമത്തിന് വെല്ലുവിളിയില്ല. നിയമത്തിന് വെല്ലുവിളിയില്ല. ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 മുതൽ ഏകദേശം ഒരു 31 വരെ നോക്കിയാൽ സമത്വത്തിനുള്ള അവകാശം, സാംസ്കാരികമായ അവകാശം, ഒരുപാട് അവകാശം പറയും. ഇപ്പോ ഇന്ത്യ പറഞ്ഞാല് ഒരുപാട് ജാതികളും മതങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പോ നിങ്ങൾ ദളിതരെ കുറിച്ച് കേട്ടില്ലേ? ദളിതർ ഇപ്പോഴും അവർക്ക് നിയമത്തിന് വേണ്ടിയുള്ള സിനിമകളാണ് ഇല്ല, അവർക്ക് സ്വന്തം കിട്ടുന്നില്ല. അവരെ പലപ്പോഴും അവരുടെ സമുദായത്തിന്റെ അടിത്തട്ടിലേക്ക് അവരെ നയിച്ചിട്ടാണ്. മുന്നിലേക്ക് വലിയ ആളുകൾ അവർ നടക്കാൻ പാടില്ല, ദലിതർ നടക്കാൻ പാടില്ല. അപ്പൊ അതിനെതിരെ ശക്തമായ സംഘടന കടന്നു വന്നിട്ടുണ്ട്. ദലിത് ഫാമിലീസ് അതുവരെ കടന്നു എന്നിട്ടും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിയമത്തിന് മുന്നിലെ വെല്ലുവിളികളുണ്ട്. എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങൾ ഭരണ സ്ഥിരാഗ്രഹങ്ങളിൽ നൽകുന്നുണ്ട്. പിന്നീട് അവകളെല്ലാം അധികവും അത് അർപ്പിച്ചവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റു ചിലർ അതിൽ നിന്ന് മോഷ്ടിക്കും. അത് അവരുടെ വ്യക്തിപരമായി ഉള്ള പ്രശ്നങ്ങളാണ്. അല്ലാതെ ഇന്ത്യൻ സ്ഥിരാഗ്രഹങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളിയാകുന്ന രൂപത്തിൽ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. സമുദായത്തിനനുസരിച്ച് നമ്മളിപ്പോൾ മുന്നിലേക്ക് വന്ന വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ധാരാളം 36 അദ്ദേഹത്തിന്റെ ജീവിതാംശം 36 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് വരുന്നത്. പക്ഷെ മറ്റു ജാതിയുടെ മറ്റു അടിസ്ഥാനത്തിൽ മുന്നിലുള്ള 10 വർഷം കൊണ്ടാണ് അവരുടെ വരുന്നത്. ഇവിടെ ഇത്രയും വർഷക്കാലം അവരുടെ ഈ ഒരു സമുദായത്തിന് വേണ്ടി ചേർന്നതിന് നഷ്ടമാവുകയാണ്. ഇതുപോലെ ഈ സംവരണം അടുത്തിട്ടുള്ളവർ അവരുടെ സ്വന്തം ദൃഷ്ടിയിലാണ് അവർ വരുന്നത്. ജനാധിപത്യം അവർക്ക് സംവരണം ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അത് നടപ്പിൽ വരുന്നില്ല. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ അത് ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അത് നടപ്പിൽ വരുത്തുന്നില്ല എന്നതാണ് ഇതിന്റെ വരുന്നത്. ഓക്കെ, നടപ്പിൽ വരുത്തുന്നില്ല എന്ന് പറഞ്ഞു. നടപ്പിൽ വരുത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചു ചില വ്യക്തികൾ അത് പിടിച്ചടക്കുന്നു എന്നുള്ളത്. അത് ബാക്കിയുള്ളവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ചോദ്യം ചെയ്ത് തെളിയപ്പെട്ടാൽ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും
അതെല്ലാം നോക്കുന്നുണ്ട്. അവരിൽ നിന്ന് അങ്ങനെ അവർ കൃത്രിമത്വം കാണിക്കുന്നുണ്ടെന്ന് തെളിഞ്ഞാൽ അവരെ ശിക്ഷിക്കുന്നുമുണ്ട് ഇന്നത്തെ ഈ ഭരണസഭ ഇരിക്കുന്നവരും ഹൈക്കോടതിയും. അങ്ങനെ ഇന്ന് കാണുന്ന ഈ സിസ്റ്റം അങ്ങനെ അഴിമതി കാണുമ്പോൾ നടപ്പാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഭൂരിഭാഗം പത്രങ്ങളൊക്കെ വായിക്കുന്നതാണ്. ഒരുപാട് വിമാനങ്ങൾ, ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടാവുന്നത്. ഇനിമേ അതോടെ ആ ഭാഗത്താണ് എനിക്ക് തെറ്റാണ് തോന്നുന്നത്. അവർ നടപ്പാക്കുന്നുണ്ട് ഇല്ല, അവർ ചില കാര്യങ്ങൾ എന്താണെന്ന് നടപ്പാക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ എന്താണെന്നില്ല നടപ്പാക്കുന്നില്ല. ആ നടപ്പാക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. മറ്റ് നടപ്പാക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങളുടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെല്ലുവിളി ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതാണ്. ആ ചില ആളുകൾ ചെയ്യുന്ന വെല്ലുവിളികളാണ് ഇവിടെ ഉയർത്തി കാണുന്നത്. ഇതിനെക്കാളും ഒരു കാര്യം ചെയ്താൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു ഗവൺമെന്റ് ഒരു കാര്യം കാണിച്ചാൽ അവിടെ ഒരിക്കലും നിയമങ്ങൾ നടപ്പിലാക്കിയാൽ, ജനങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയാൽ അത് ആ സമരം ചെയ്യുന്ന വ്യക്തികളെ, സമരം ചെയ്യുന്ന ക്യാമ്പസ് രാഷ്ട്രീയ നമുക്ക് സിവിൽ കോഡ് വന്നപ്പോ നമ്മള് ആദ്യമായിട്ട് ഉന്നയിച്ച യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുണ്ടായി ഒന്നായിട്ട് അടിച്ചമർത്തപ്പെടുകയുണ്ടായി. ഇതൊക്കെ ജനാധിപത്യത്തെ നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളത്. ഈ പ്രതിപക്ഷമാണെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് അവർക്കെതിരെ സംസാരിച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ നമ്മൾ ഒരുപാട് കേട്ടതാണ് ഇതിന്റെ പ്രതിപക്ഷിച്ചിരിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളുടെ വീടുകളിൽ അവരുടെ സമ്പത്തുകളുടെ കീഴിൽ കയറി ഗവൺമെന്റ് സിസ്റ്റം ഉപയോഗിച്ച് തന്നെ അവരെന്താണ് നടപ്പാക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ മോശമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വെല്ലുവിളികളായി ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളികളുണ്ട് എന്ന് അതായത് പറയാനാണ്. നിങ്ങൾ പറഞ്ഞു നടപ്പിലാക്കുന്നുണ്ട്, നടപ്പിലാക്കുന്നില്ല. നടപ്പിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് അഴിമതി തടയണം, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തടയണം. അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് പോകുന്നു. അത് അതിന്റെ പോകേണ്ട വഴിക്ക് അത് പോയിക്കൊണ്ട് അവസാനം അതിന്റെ നിയമങ്ങൾ ലാസ്റ്റ് വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല അതിന് തെളിഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നെ അതിന് ശിക്ഷിക്കുക വേണമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതിന് ശിക്ഷിക്കുകയും വേണ്ട. ഉണ്ടെന്ന് തെളിഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുക്കുന്നു വരാം, പക്ഷെ അവർക്കൊക്കെ ശിക്ഷകൾ പിന്നീട് ലഭിക്കുന്നുണ്ട്. നിങ്ങളോട് ഇപ്പോ ഇത്തരം കേസുകളുടെ ശിക്ഷ എടുക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചു കാലം മുമ്പ് ഈ കഴിഞ്ഞ ഇലക്ഷനില് നമ്മുടെ സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു. അതില് ഒരു വീട്ടുകാരെ അവിടുത്തെ ആ ഏരിയയിൽ പറയുണ്ടായി, ഞങ്ങൾക്ക് കൈക്കൂലി തന്നുകൊണ്ടാണ് ഞങ്ങളോട് വോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇതുവരെ അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. പണം നൽകി തനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സ്വാധീനിക്കാൻ ആർക്കും അവകാശമുണ്ട്. അത് ഒരു പ്രശ്നമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിലാണ് ഒഴിവാക്കി പണം കൊടുത്ത് സ്വാധീനിക്കുന്നു. പിന്നെ അവരുടെ വ്യക്തിപരമായ പണം എടുത്ത് സേവനം ചെയ്യാൻ അവകാശമില്ല. വ്യക്തിപരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രൽ ബോർഡ് ഒരു ഫണ്ട് ലഭിക്കും, അപ്പോൾ അത് ദുരുപയോഗം ചെയ്യാൻ നേട്ടതാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. പണ്ട് നമ്മൾ എത്ര ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി പണ്ട് ഇത്ര പറ്റുള്ളൂ എന്ന് അതിൽ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട പണം കൊണ്ട് അവർക്ക് വിജയിക്കാൻ വേണ്ട പരസ്യങ്ങൾ അതുപോലുള്ള ഏത് പരിപാടികളാണെങ്കിലും അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അനുവദിച്ചതിന് അപ്പുറമുള്ള ഫണ്ടിന്റെ കാര്യം അതായത് ഒരു കോടി കമ്മീഷൻ ഒരു പാർട്ടിക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെലവാക്കുന്നത് 8 കോടിയാണ്. ബാക്കി 7 കോടി ജനങ്ങൾക്ക് വേണ്ടി ബാക്കി 1 കോടി, ആ 1 കോടി തന്നെ അവർക്ക് മര്യാദയില്ല. പക്ഷെ ബാക്കി 7 കോടി മനസ്സിലായിട്ട് അവർക്ക് അത് ഇല്ലീഗലാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് അവിടെ ഇല്ലീഗലായിരിക്കാൻ മദ്യം അതുപോലെ തന്നെ 256 കോടി ഓരോ പാർട്ടിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ കമ്മീഷൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇല്ലീഗലാണ്. പണം കൊണ്ട് വശീകരിക്കുന്നത്, അതുപോലെ തന്നെ മറ്റിടക്കാൻ മദ്യം കൊടുത്ത് അങ്ങനെ എന്താണെങ്കിലും ജനങ്ങളുടെ സ്വന്തം തീരുമാനം കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. അത് വശീകരണത്തിലൂടെ. ഓക്കെ.
പിടിച്ചെടുത്ത് പലിശ നിങ്ങൾ പറഞ്ഞു, ഇഡി പിടിച്ചെടുത്ത് പലിശ എന്ന് പറഞ്ഞു. അത് ഈ ഭരണശില ഇരിക്കുന്ന പാർട്ടിയുടെ കഴിഞ്ഞല്ല, മറ്റുള്ള പാർട്ടികളെ അവര് ഇവിടെ ജനങ്ങളുടെ അനുസരിച്ചല്ലാതെ ഭരിക്കാൻ വേണ്ടി അവർ ജനങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഭാഗത്താക്കുകയും അതിനു വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ആ ഫണ്ട് പുറമേ നിന്ന് എടുക്കുന്നതും അത് ചിലവഴിക്കുന്നതും. അതാണ് ഇവിടെ പറഞ്ഞത്. കാരണം നമ്മളെപ്പോലെ സാധാ ആളുകൾ ഇവിടെ ഭരണത്തിലേക്ക് ഭരണപക്ഷത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ കാലങ്ങളോളം ഇവിടെ പണക്കാര് സ്വന്തമായിട്ടുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വശീകരിച്ച് സ്വാധീനിച്ചുകൊണ്ട് വോട്ട് പിടിച്ചെടുക്കുമ്പോൾ അവിടെ പണമില്ലാത്തവര് അവിടെ അവിടെ ഏറ്റുപെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അതിനുവേണ്ടിയാണ് കമ്മീഷൻ പുറത്തു നിന്നും പണം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. മറ്റു കണ്ടെടുക്കുന്ന പണം അതിലേക്ക് ചെയ്തുകൊണ്ട് പോകുന്നതും ഇതിലേക്കാണ്. ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെ ഞങ്ങളിവിടെ ശരിക്കും സമർപ്പിക്കുന്നത്. അതൊരു വെല്ലുവിളിയല്ല, അത് ജനാധിപത്യ രാഷ്ട്രീയപരമായി രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ ചെയ്തുകൊണ്ടുണ്ടാകുന്ന വെല്ലുവിളിയല്ല. അത് മറ്റുള്ള വ്യക്തികൾ ചെയ്ത് അവരുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അല്ലാതെ രാഷ്ട്രീയ ശിലാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ ഉണ്ടാക്കുന്ന വെല്ലുവിളികളല്ല. നമ്മള് ഇവിടെ സമ്പത്തിനെ കുറിച്ച് ഒരുപാട് നമ്മള് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയെ സമ്പത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ച നടത്തി. സമ്പത്ത് മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളത്. നിങ്ങളുടെ വാദം എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ നടന്ന ഒരു സംഭവം വെച്ചിട്ട് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നില്ല എന്ന് സമർത്ഥിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് AIU. അതിന്റെ ജനാധിപത്യ സെൻസസിന്റെ ആ കണക്കിൽ 2022 ഇന്ത്യ ജനാധിപത്യത്തിൽ ഏറ്റവും താഴ്ന്നു വീഴുന്ന ഒരു രാജ്യമായിട്ട് AIU അതിന്റെ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. അത് മാത്രമല്ല, നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ നടക്കുന്ന അഴിമതികളും അതുപോലെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വെല്ലുവിളി ഇല്ല എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? വെല്ലുവിളി ഇല്ല എന്ന് പറയാൻ സാധിക്കും. കാരണം ഞങ്ങൾ ആദ്യം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുകൾ വശങ്ങളിൽ ഇരിക്കുന്നവർക്ക് മുകൾ വശത്തിൽ ഇരിക്കുന്നവർ വെല്ലുവിളി ഉയർത്തുന്ന രൂപത്തിലുള്ള നിയമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നില്ല. മറിച്ച് ഈ ജനാധിപത്യ രൂപത്തെ മറിച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ കക്ഷികളാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഞങ്ങൾ നേരെ പറയുന്നത്. അതിനാൽ തന്നെ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ വെല്ലുവിളി ഉയർത്തുന്നില്ല. ഇതോടുകൂടി ജനറൽ വിഭാഗത്തിന്റെ സംവാദ മത്സരം വേദിയിൽ അവസാനിച്ചിരിക്കുന്നു. വേദിയിലൂടെ ജൂനിയർ വിഭാഗത്തിന്റെ മാപ്പിളപ്പാട്ട് മത്സരം ആരംഭിക്കും. പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് ലോക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. ജൂനിയർ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നിരിക്കുക. ജൂനിയർ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നിരിക്കുക.
ഇവരുടെ സംവാദം ആണ് നേരത്തെ നടന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ ട്രബിള് കുറച്ച് വളരെ കൂടുതലാണ്. സംവാദം അവതരിപ്പിക്കുമ്പോൾ ഒന്ന് നമ്മളെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് നമ്മൾ അതുമായി അനുകൂലിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് കൃത്യമായി അവതരിപ്പിക്കുന്നിടത്ത് പാളിച്ചാണ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം, ഈ സംവാദം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ടീമുകളിൽ ആൾക്കാർ എല്ലാവരും ഉൾപ്പെടുത്തുന്നതാണ്. ഒന്നോ രണ്ടോ ആളുകളിൽ ചുരുക്കി നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മള് എതിർപക്ഷക്കാർ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം സംവാദം നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പേരുകൾ ഉപയോഗിക്കാനാണ് ഏറ്റവും ബെറ്റർ എന്ന് നോക്കുന്നത്. പിന്നെ വിഷയം അവതരിപ്പിക്കുന്നതിനിടയിൽ